കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ കടയിൽ തന്നെ മോൾക്കുള്ള തുണി എടുക്കണം. കടയിൽ ചെന്നപ്പോ അയാൾ അവിടെ ഇല്ല. എന്നാ പിന്നെ വീട്ടിലെ ഗോഡൌണിൽ നിന്ന് നോക്കി വാങ്ങിക്കാം നമുക്ക്. അപ്പൊ അയാളെ ഒന്ന് കാണാലോ. പക്ഷെ എന്തിന്? നാട്ടില് വേറെ തുണിക്കടയില്ലേ നമുക്ക് വാങ്ങിക്കാൻ? തുണിക്കടയുണ്ട്. പക്ഷേ നമ്മളിപ്പോ ഈ വീട്ടിൽ വന്നതേ ഷോ കാണിക്കാനാ. സഹദേവനെ ഒന്ന് കൊച്ചാക്കാൻ. നിങ്ങൾ വന്നേ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വാങ്ങിട്ട് രാജനന്ദിനി സാരിയുടെ ഓണറേ ഇപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുക, രവിചന്ദ്രവർമ്മൻ സാറ്. രവിചന്ദ്രവർമ്മ സാറോ? അതെ. എന്താ ഞാൻ പറഞ്ഞിട്ട് തനിക്ക് വിശ്വാസം വരുന്നില്ലേ? ശ്രീടച്ച, ആ ഫോൺ എടുത്ത് വിളിച്ചേ സാറിനെ. കേക്കട്ടെ ഇയാള്. സരോജ, നീ ഒന്നും മിണ്ടാതിരിക്കേ. എന്തിനു മിണ്ടാതിരിക്കണം? ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, അപ്പ കാണിച്ചു കൊടുക്കാൻ നമ്മുടെ പവർ എന്താണെന്ന്. നമ്മുടെ കട തിരികെ നമ്മുടെ കയ്യിൽ തന്നെ വരും. താൻ നോക്കിക്കോ. ഇല്ലെങ്കിൽ താൻ ഞങ്ങളെ ദാ ഇങ്ങനെ വിളിച്ചോ. അതറിയില്ല. കല്യാണ സാരി വാങ്ങാനാണെന്നോ മറ്റോ പറച്ചില്. തലവേദന കേസാ. ആ പെണ്ണും പിള്ളേരെ വർത്താനം കേട്ടാ തന്നെ വലിച്ചു കീറാനാ തോന്നുന്നത്. വിട്ടേക്ക് സദേവ, രണ്ടും ബുദ്ധിയില്ലാത്ത കേസ് കിട്ടുകളാ. തൽക്കാലം എന്ത് ചോദിക്കുന്നു അത് കൊടുത്തേക്ക്. ചെലവ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം. എന്താ അതുപോലെ? അത് മതി. ഞാൻ വേണ്ടത് ചെയ്തോളാം. പിന്നെ ഞാനിതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്ന് അറിയാലോ. അറിയാവടോ, അറിയാം. താൻ എന്തിനു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്, അതുപോലൊരു കാര്യത്തിന് തന്നെയാ ഞാനും ഇതൊക്കെ ചെയ്യുന്നത്. വൻ ലാഭം കൊയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഏതായാലും ഈ കച്ചവടത്തിൽ തനിക്ക് കിട്ടാനുള്ള ഷെയറും രാജനന്ദിനി സാരിയുടെ ഫ്രാഞ്ചൈസിയും ഒക്കെ കൃത്യമായി കിട്ടിയിരിക്കും. എന്റെ വാക്ക്. ഇപ്പൊ തൽക്കാലം അവിടെ വന്നിട്ടുള്ള 2 കന്നുകാലികളെയും കാലിത്തീറ്റയൊക്കെ കൊടുത്ത് നന്നായി നോക്ക്. അവര് കൊഴുക്കട്ടെ. അവര് കൊഴുക്കുന്നത് കൊണ്ട് നമുക്കേ ഉള്ളു ലാഭം മുഴുവൻ. ശരി. ഓൾറെഡി 2 എണ്ണത്തിന് കൊഴുപ്പൽപ്പം കൂടുതലാ. ഇനി എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. ശരി, വയ്ക്കട്ടെ. അപ്പോ ഇവരെ കൊണ്ടുപോയി ആ വെറൈറ്റി മോഡൽ സാരികളൊക്കെ എടുത്ത് കാണിക്കണം. കഴിഞ്ഞ ആഴ്ച വന്ന പുതിയ സ്റ്റോക്കുകളൊക്കെ അവിടെ ഇല്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് കാണിക്ക്. ചേച്ചിക്ക് ഏതാ ഇഷ്ടമാവൂന്ന് കാണട്ടെ. ഇതെന്താ സഹദേവ മുതലാളി, ഫോൺ വിളിച്ചിട്ട് വന്നപ്പോ സാരിയുടെ നിറം മാറുന്ന പോലെ മുതലാളിയുടെ നിറം മാറുകയാണല്ലോ. അയ്യോ, അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്? എനിക്കെന്നും ഒരേ നിറം തന്നെയാ. സുദർശനൻ ചേട്ടനുമായിട്ട് അന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും എന്റെ മനസ്സിൽ സുദർശൻ ചേട്ടന് ഒരു സ്ഥാനമുണ്ട്. ഗുരുവിന്റെ സ്ഥാനം. ഈ സഹദേവൻ ഒരിക്കലും ഗുരുത്തക്കേട് കാണിക്കില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം. അന്നു മുതല് എനിക്ക് നിന്നോടുള്ള വിശ്വാസം കൂടി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് എന്റെ വിശ്വാസം തെറ്റാണെന്നാ. എന്റെ ആ വലിയ സ്വപ്നം ഇനി ഒരിക്കലും നടക്കില്ല. ഒരിക്കലും. സാരമില്ല, ജീവിതം ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും. എനിക്ക് നീ സങ്കടം വിധിച്ചാൽ എനിക്കത് തിരുത്തി എഴുതാൻ കഴിയില്ലല്ലോ. ഏതായാലും ഞാൻ കാരണം അച്ഛന് കട തിരിച്ചു കിട്ടുമെങ്കിൽ, അങ്ങനെ അച്ഛനും അമ്മയും സുഖമായി ജീവിക്കുമെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറാണ്. ദൈവങ്ങളെ, ഒരിക്കലും ഞാൻ കാരണം ഈ ലോകത്ത് ആരും വേദനിക്കാൻ പാടില്ല. എന്റെ അച്ഛനും അമ്മയും പിന്നെ ആരും. എല്ലാരും എപ്പോഴും നന്നായിരിക്കണം. എനിക്കിപ്പോ അത് മാത്രമേ ആഗ്രഹമുള്ളൂ. അവരുടെ സന്തോഷാണ് എന്റെ സന്തോഷം. അത് മാത്രം. സർ, സർ, ഇവിടെ നിന്ന് മുഷിഞ്ഞു അല്ലേ? നമുക്കൊന്ന് പുറത്ത് നടക്കാൻ പോയാലോ? സാറിനെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്.
നടക്കുന്നതിനേക്കാളും കൂടുതൽ സമയം കാറിലും വിമാനത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളാ സാറ്. കമാൺ, താൻ എന്തീ പറയുന്ന? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. നോക്ക് ശ്രീലക്ഷ്മി, എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് തന്റെ കല്യാണത്തിന് കൂടുന്നത്. നിങ്ങള് ഫോഴ്സ് ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് താൻ ഈ ഫോർമാലിറ്റി വിട്ടിട്ട് മറ്റെന്തെങ്കിലും സംസാരിക്കുക. അല്ല, തനിക്കെന്താ ഈ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ ഇടപാട്? എന്തെങ്കിലും പണയം വെക്കാനാണോ? പണയം വെക്കാനല്ല, എടുക്കാൻ. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അമ്മ അച്ഛനോട് വഴക്കിടുമെങ്കിൽ പ്രത്യേകിച്ചും. അവര് പലപ്പോഴും കൊച്ചുകുട്ടികളെ പോലെ അച്ഛൻ വീട്ടിലേക്ക് വരാൻ അല്പം വൈകിയാൽ അമ്മയുടെ ഒരു വെപ്രാളം കാണണം. സത്യം എന്താന്ന് വെച്ചാ, ഈ താലിമാല കഴുത്തിലുള്ളപ്പോ എന്റെ അച്ഛന് ഒരു ആപത്തും വരില്ലെന്ന് അമ്മ വിശ്വസിക്കുന്നു. അതാണ് ഇതിന്റെ പ്രധാന പോയിന്റ്. ഇൻ ടോട്ടൽ അമ്മയുടെ കഴുത്തിൽ ഈ താലി ഉണ്ടെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്ന ഞാനും വിശ്വസിക്കുന്നത്. ഇന്നിപ്പോ ഈ താലിമാല കൊടുക്കുമ്പോ അമ്മയുടെ സന്തോഷം കാണണം. അതിന്റെ ഒരു ത്രില്ലില്ല ഞാനിപ്പോ. അതെല്ലാം രാജാറാം തന്നെ തീരുമാനിച്ചാൽ മതി. ഞാൻ എന്റെ ആവശ്യം പറഞ്ഞു. അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി രാജാറാം തീരുമാനിച്ചാൽ മതി. ഓക്കെ? ഓക്കെ സാർ, ഡൺ. ഈശ്വര ചിന്തയൊക്കെ വിട്ടിട്ടേ സോപ്പ് തേച്ച് കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് വന്നേ. വല്ലതും കഴിക്കണ്ടേ? യോ, ഇവക്കടെ ഒരു കാര്യം മനസ്സിനൊരല്പം ഭക്തിയാവാന്ന് വെച്ചാ അതിനും സമ്മതിക്കൂല. ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേയുലകിൽ സുഹൃതം. എന്റെ കരിക്കോത്തിയമ്മേ, മോളെ മാല നീ പണിയെടുത്തോ? എപ്പോ? അമ്മ ഇത് പിടിക്കും. അതെ, ഈ താലിമാല ഞാനാ പണിയെടുത്തതെന്ന് അച്ഛൻ അറിയരുത്. സ്വയം ചെയ്യാൻ പറ്റാത്തോണ്ട് അച്ഛന് ചിലപ്പോ വിഷമാവും. അമ്മേ, മാല ഒന്നിടമ്മേ, ഞാനൊന്ന് കാണട്ടെ. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഏയ്, ഇറ്റ്സ് ഓക്കെ. ഞാൻ പോവാ, അതാ പ്ലാൻ. ശ്രീ, വീട്ടിൽ വിരുന്ന് വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഏയ്, കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോ നാളെ കാണാം നമുക്ക്. പോട്ടെ. വേണ്ട വേണ്ട, എനിക്കൊരു ത്രിവിക്രമനെ അറിയില്ല. നിങ്ങൾക്ക് ആള് മാറിയതാ. എന്നെ ഒന്നും ചെയ്യരുത്. സഹദേവ, ത്രിവിക്രമനെ നിനക്കറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് വിട്.
എനിക്കറിയേണ്ടത് അയാളെക്കുറിച്ച് നിനക്കറിയേണ്ട കാര്യങ്ങളാ. നിനക്കത് പറയാൻ ഉദ്ദേശമുണ്ടോ ഇല്ലയോ? അത് പറയാൻ 3 സെക്കൻഡ് ഞാൻ തരും. 1, 2. അയ്യോ, ഞാൻ പറയാം. ഇതെന്താ ഇത്? അലക്കിയ ബെഡ്ഷീറ്റ് കട്ടില വിരിക്കാൻ. എന്തിനാ സരോജം പുതിയ ബെഡ്ഷീറ്റൊക്കെ പെട്ടി നിർത്തി വിരിക്കണത്? പഴയത് മതി. എനിക്ക് ഉറങ്ങാനിപ്പോ അലക്കി തേച്ച ബെഡ്ഷീറ്റ് വേണമെന്നൊന്നുമില്ല. അയ്യടാ, ഇത് നിങ്ങൾക്ക് വേണ്ടി എടുത്തതല്ല, രവി സാറിന് വേണ്ടി ബെഡിൽ വിരിക്കാൻ. നാളെ ഊണിനു പകരം ഓണസദ്യ ഒരുക്കുന്നാ തോന്നണത്. സാറിന്റെ ഒരു ഭാഗ്യം. രവി സാർ എത്ര വലിയ ആളാ, എന്നിട്ട് നമ്മുടെ വീട്ടിലൊന്ന് എത്ര അടുപ്പത്തോടെ സംസാരിക്കുന്നത്. ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളൂ. എനിക്ക് വയ്യ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് മറ്റൊരാളുടെ താലിക്ക് വേണ്ടി തലകുനിച്ചു കൊടുക്കാൻ. അങ്ങനെ സംഭവിച്ച അന്ന് മരിക്കും ഞാൻ. അതാണ് എന്റെ തീരുമാനം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ ഇത്? ടീയും കോഫിയാണ് സാർ. എനിക്കൊരു ലെമൺ ടീ വേണം. ഇപ്പൊ കൊണ്ടുവരാം സാർ. ഹലോ, ജോൾസിനെ ഗുഡ് മോർണിംഗ്. കൺഗ്രാറ്റ്സ്. സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ ജോൾസിന് പറഞ്ഞത് അച്ചട്ടായല്ലോ. അപ്പോഴേ ഞാൻ വേറൊരു കാര്യം ചോദിച്ചാ പറയാൻ പറ്റോ? ആ മെയിലൊന്ന് വന്നോ നോക്കിയേ, വന്നെങ്കിൽ ഫോർവേഡ് ചെയ്യാം. ഗുഡ് മോർണിംഗ് മാഡം. ചായ. പക്ഷേ എന്തു പറ്റി? ഒപ്പിടാൻ ചേട്ടാ ഇതുവരെ വന്നില്ലേ? ഇല്ല സർ, രവിവർമ്മൻ സർ ഈ ഓഫീസിൽ വന്നിട്ട് ഇപ്പൊ 3 ദിവസമായി. ഒരാഴ്ച വരില്ല എന്ന് പറഞ്ഞിട്ടാ പോയത്. വാട്ട്? ഒരാഴ്ചയോ? എവിടെ പോയി ആള്? ഐ ഡോണ്ട് നോ സർ.
എനിക്കൊരു പിടിയില്ല. വാട്ട് യു മീൻ സാന്ദ്ര? തനിക്ക് അറിയില്ലെങ്കിൽ പിന്നെ ആർക്കാ അറിയാവുന്നത്? ഇതൊക്കെ തന്നോടല്ലേ പറഞ്ഞിട്ട് പോവാറ്? എന്നോടല്ലെങ്കിൽ രാജാറാം സാറിനോട് പറയാറുണ്ട്. പക്ഷെ അദ്ദേഹവും തനിക്ക് അറിയില്ല എന്നാ പറയുന്നത്. ചേട്ടാ ഇത് എവിടെ പോയി കിടക്കുന്നു? എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ ചിലപ്പോഴൊക്കെ അത് ഔട്ട് ഓഫ് കൺട്രോൾ ആവുന്നോന്നൊരു സംശയം. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് സാർ ഒരു ഫേവർ ചെയ്ത് തരണമായിരുന്നു. ബൈ ഓൾ മീൻസ് ടെൽ മീ സാന്ദ്ര, വാട്ട് കാൻ ഐ ഡു ഫോർ യു? കാര്യങ്ങൾ അറിഞ്ഞിട്ടായാലും അല്ലെങ്കിലും സാർ എന്തായാലും ഇപ്പൊ കമ്പനിയിൽ എത്തിയല്ലോ. ഇനിയിപ്പോ ഈ നിമിഷം സാറ് കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. സാർ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഫോളോ ചെയ്തോളാം. എന്താ അത് പറ്റില്ലേ? വൈ നോട്ട്? ഷുവർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ ഈ കമ്പനി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തോളാം. സർ ക്യാബിനിലേക്ക് പൊയ്ക്കോളൂ. ഞാൻ ഇതില് ഓഫീസ് സീൽ വെച്ചിട്ട് ഇപ്പൊ വരാം. ഓക്കെ ഓക്കെ, യു ക്യാരി ഓൺ. ശരി. ഒരു ബുദ്ധിമുട്ടും ഇല്ല. വീട്ടിലുള്ള ഒരാൾക്ക് ഓരോ നേരവും ഭക്ഷണം കൊടുക്കുന്ന പോലെ ഉള്ളൂ. എന്തേത്? ആദ്യം ഈ സ്പെഷ്യൽ കേസരി കഴിക്കേ. സാറുള്ളത് കൊണ്ടേ അല്പം അണ്ടിപ്പരിപ്പൊക്കെ കൂടുതലിട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. താങ്ക്സ്. പക്ഷേ മധുരം വേണ്ട കേട്ടോ. അതെന്താ സാറേ, മധുരം ഇഷ്ടല്ല സാറിന്? കേസരി മധുരം ഉള്ളതാ. കൂടാതെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്, നെയ്യും ഉണ്ട് അതില്. ആ പ്ലേറ്റ് ഭാവി ഭർത്താവായാലും നമ്മളൊരു മര്യാദ കാണിക്കേണ്ടത് നമ്മുടെ കടമയാ. കടമയായാലും കൊള്ളാം, കർത്തവ്യമായാലും കൊള്ളാം. ആ മണ്ടനെ തന്നെ മരുമോനാക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു കേറല്ലേ. ഇന്ന് നിങ്ങൾ മണ്ടനെന്ന് വിളിച്ച് കളിയാക്കുന്നില്ലേ? ഭാവിയിലെ നോക്കിക്കോ, അവനായിരിക്കും ഇവിടുത്തെ മജിസ്ട്രേറ്റ്. ആവൂ ആവൂ, മജിസ്ട്രേറ്റ് ആക്കണ്ടടി, സുപ്രീം കോടതി ജഡ്ജി ആക്കിക്കോ. അതല്ലേ കുറച്ചും കൂടി വലുത്. രവിവർമ്മൻ സാർ അവിടെയോ എന്ന് പറഞ്ഞ? ഇല്ല മാഡം, ഞാൻ മാമിന് ലീവ് ആപ്ലിക്കേഷൻ മെയിൽ ചെയ്തിരുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ. അതൊന്നും പറ്റില്ല. നിനക്ക് ലീവ് വേണമെങ്കിൽ ഓഫീസിൽ വന്ന് ലീവ് ആപ്ലിക്കേഷൻ ഇവിടെയുള്ള സാറിന് നേരിട്ട് കൊടുത്തിട്ട് പോണം. എന്നാലേ ലീവ് സാങ്ഷൻ ആക്കാൻ പറ്റൂ. പക്ഷെ രവിവർമ്മൻ സാറ്. രവിവർമ്മൻ സാർ അല്ലെങ്കിൽ രഘുവർമ്മൻ സാർ, ജസ്റ്റ് ഡു വാട്ട് ഐ സെഡ്, ഓക്കേ? ശരി മാഡം, അങ്ങനെ ചെയ്യാം. പാടി വാ, നിനക്കുള്ള ചിലതൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് ഞാൻ. സ്ഥിതിക്ക് അതിന് സാധ്യത കൂടുതലാ. ഇതുകൂടി കഴിക്കും. പിന്നെ സാന്ദ്ര മാഡം ആണ് വീണ്ടും വിളിച്ചിരിക്കുന്നത്. ലീവ് ലെറ്റർ അല്ലാതെ എനിക്കായിട്ട് വേറെ വല്ല ഫോർമാലിറ്റീസും വച്ചിട്ടുണ്ടോന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. രവിവർമ്മൻ സാർ കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് സാധ്യത കൂടുതലാ. ഇതുകൂടി കഴിക്കും. ഓഫീസിലുണ്ട്. ഇവിടുന്ന് ഉടനെയൊന്നും ഇറങ്ങാൻ പറ്റില്ല. യു നോ വാട്ട്? ചേട്ടാ ഈ ഓഫീസിൽ വന്നിട്ട് 3 ദിവസമായി. എവിടെ പോയിന്ന് ഒരു പിടിയില്ല ആർക്കും. അതാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഏയ് കമോൺ രഘു, ഇത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ബ്രദറിനുള്ള നമ്മുടെ വീട്ടിൽ വരാൻ തുടങ്ങിയത് തന്നെ ഈ അടുത്ത കാലത്ത്.
ചിലപ്പോ കമ്പനിയുടെ ആവശ്യത്തിന് എവിടെയെങ്കിലും പോയി കാണും, അല്ലെങ്കിൽ ഫ്ലാറ്റ് കാണും. യു ഡോണ്ട് വറി. രഘു ഇപ്പൊ സ്വന്തം കാര്യം ചെയ്യാൻ നോക്ക്. അല്ല പിന്നെ ആ രഘു, യുവർ 3 minutes is over. ഓ യെസ് യെസ്, യു ആർ റൈറ്റ്. താങ്ക് യു ഡിയർ. ടേക്ക് കെയർ. ബൈ. ആ ദയൊന്ന് കഴിയെടുത്തോ. മദർ-ഇൻ-ലോ, ബ്രദർ-ഇൻ-ലോ ഓഫീസിൽ ചെന്നിട്ട് 3 ദിവസമായിന്ന്. Nobody knows where he is. രഘു എന്നെ ഇപ്പൊ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. ഓ ഗീതേ, തണുത്ത് എന്തെങ്കിലും കുടിക്കാൻ എടുക്ക. ആഹാ, അത് ശരി. അപ്പൊ മദർ-ഇൻ-ലോയ്ക്ക് അത്ര സീരിയസ്നെസ്സേ ഉള്ളൂ അല്ലേ വരുന്നത്? എന്റെ അച്ഛനാരാന്ന് മദർ-ഇൻ-ലോയ്ക്ക് നന്നായിട്ട് അറിയാലോ, അദ്ദേഹത്തിന്റെ പൊസിഷനും. ഈ വീട്ടിൽ ബ്രദർ-ഇൻ-ലോയ്ക്ക് എത്ര അവകാശമുണ്ടോ അതേ അവകാശം എനിക്കും രഘുവിനും ഈ വീട്ടിലുണ്ടെന്ന് മദർ-ഇൻ-ലോ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഷേ, നീ എവിടെയായി കാട് കയറുന്നത്? ഞാൻ പറഞ്ഞു വന്നത് അവകാശത്തെ കുറിച്ചൊന്നും അല്ല. രവിയെ നീ ഒട്ടും ബഹുമാനിക്കുന്നില്ല എന്നതാണ്. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. രവി നിന്നോട് എത്ര മാന്യമായിട്ടാ സംസാരിക്കുന്നത്. എപ്പോഴെങ്കിലും അവൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ? അനിയത്തിക്കുട്ടിന്ന് മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ. പിന്നെ രഘുവിന്റെ സ്വഭാവത്തിൽ നിനക്ക് ചില വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അവൻ നല്ലവനാണെന്ന് നീ മനസ്സിലാക്കണം. ഈ എടുത്തുചാട്ടവും മുൻകോപവും ഒക്കെ അവനുള്ളൂ. പക്ഷേ സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവന് മനസ്സിലാവും. കുട്ടിക്കാലത്ത് കഥകൾ പറഞ്ഞു കൊടുത്താ ഞാൻ ഓരോ കാര്യങ്ങളും അവനെ കൺവിൻസ് ചെയ്തിരുന്നത്. ഇപ്പോഴും അങ്ങനെ കൈകാര്യം ചെയ്യണമെന്നേ ഉള്ളൂ. എല്ലാത്തിനും സോറി മാത്രമല്ല ആൻസർ ശ്രീലക്ഷ്മി. നീ സാറിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്ന് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടല്ലോ നിനക്ക്? കം ഓൺ, സ്പീക്ക് ഔട്ട്. യെസ് മാഡം, ഓർമ്മയുണ്ട്. ആ പ്രോമിസിനെ നീ മറികടന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയാമല്ലോ. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. യെസ് മാഡം, ഓർമ്മയുണ്ട്. ഞാൻ അനുസരിച്ചോളാം. ദാറ്റ്സ് ഗുഡ്. എനിവേ, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? നന്നായി നടക്കുന്നു മാഡം. ലീവ് ലെറ്റർ കൊണ്ടുവന്നോ നീ? കൊണ്ടുവന്നു മാഡം. ഓക്കെ, കാണിക്ക. അത് സാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് നിനക്ക് പോകാം. സാറിനോ? അതിന് സാർ ഇവിടെ ഇല്ലല്ലോ. എന്താ സാർ ഇവിടെ ഇല്ലെന്ന് അത്ര തറപ്പിച്ച് പറയുന്നത്? സാർ ഇവിടെ ഉണ്ടാവാൻ പാടില്ലേ? അല്ല മാഡം, ലീവ് ലെറ്റർ മാഡത്തിന്റെ കയ്യിലല്ലേ തരേണ്ടത്. ഞാൻ വന്നത് അതിനാ. അതിന്റെ ഉത്തരം ഫോണിലൂടെ ഞാൻ പറഞ്ഞതാണ്. ഇന്ന് രഘുചന്ദ്രവർമ്മൻ സർ ഓഫീസിൽ വന്നിട്ടുണ്ട്. ലീവ് ലെറ്റർ നീ ആ സാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോയിക്കോളൂ. അത് മതി തൽക്കാലം. ഇതിലൊന്ന് സൈൻ ചെയ്തേ, ഞാനൊന്ന് നോക്കട്ടെ. ഇതാ. ആ,
ഇത് തന്നെയാണോ ഫൈനൽ സിഗ്നേച്ചർ? അതെ സൗമ്യണ്ണ, ഇത് തന്നെയാണ് എന്റെ സിഗ്നേച്ചർ. ചെക്ക് ബുക്സ്, കമ്പനി ഡോക്യുമെന്റ്സ്, ഇതിലൊക്കെ ഈ സിഗ്നേച്ചർ തന്നെയാണ് ഞാൻ ഇടുന്നത്. അതാണ് ഹൈലൈറ്റ് പോയിന്റ്. രഘുചന്ദ്ര ബർമൻ. രഘുചന്ദ്ര ബർമൻ. രഘുചന്ദ്ര വർമ്മൻ. രഘുചന്ദ്ര ബർമൻ. നന്നായിരിക്കുന്നു സൗമ്യണ്ണ, എനിക്കിഷ്ടപ്പെട്ടു. ഗുഡ്. എന്നാ പിന്നെ ഒഫീഷ്യലായിട്ട് തന്നെ പേരുമാറ്റം നടക്കട്ടെ. ബാക്കി നമുക്ക് അത് കഴിഞ്ഞ് നോക്കാം. അടുത്ത തവണ നമ്മൾ തമ്മിൽ കാണുമ്പോ താൻ മിനിമം 100 കോടിയുടെ 2 ബിസിനസ് എങ്കിലും ചെയ്തിരിക്കും. ഓ, സ്വാമി അണ്ണന്റെ ഉറപ്പ്. സർ പ്ലീസ് സർ. ആപ്ലിക്കേഷൻ റിജക്റ്റഡ്. ഇതെന്താ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ മാഡം. താനിന്ന് ജോലി തീർത്തിട്ട് ഇവിടെ നിന്ന് വീട്ടിൽ പോയാൽ മതി. ശരി സർ. എന്റെ ഫോണ്. ജോലി ചെയ്യുന്ന സമയത്ത് തനിക്ക് ഫോൺ എന്തിനാ? ഇവിടത്തെ ജോലി കഴിഞ്ഞ ശേഷം ഫോൺ എടുത്താൽ മതി. അതുവരെ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. ഐ എം സോറി സർ. ജോലി തീർത്ത ശേഷം ഇന്ന് ഇവള് വീട്ടിൽ പോയാൽ മതി. ഹലോ, യാ, രഘുചന്ദ്ര ബർമൻ സ്പീക്കിംഗ്. കുഴപ്പമില്ല, ഞാൻ വരുന്നുണ്ട്. Oh my God, it's so sad. I'm sorry, ശ്രീലക്ഷ്മി. Come on, അത്യാവശ്യം തനിക്ക് കുറച്ച് ജോലിയുണ്ട്. Come, come, come. അല്ല സരോജം, ആ ത്രിവിക്രമന്റെ വീട്ടുകാരോടി പറയണ്ടേ? നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മുടെ കയ്യിലുള്ള കഷ്ണം നമുക്ക് വാങ്ങാം. അവരുടെ മുന്നിൽ വെച്ച് വാങ്ങുന്നത് ശരിയല്ല. നമുക്ക് ആദ്യം അവിടെ എത്തണം. നിങ്ങൾ തന്നെ അവർ പിന്നാലെ വന്നോളൂ. ആ, അത് ശരിയാ. എന്നാ വാ, വരൂ സാർ. ശരി, നടക്കാം അങ്ങോട്ട്. വാ. ചാടിക്കറാനേ, ഇത് ബസ്സൊന്നുമല്ല ഏട്ടാ. സോറി അനിയ. അങ്ങോട്ട് നീങ്ങി. ആ, വാ സാറേ. സാറേ, 2 രൂപ. എന്ത് 2 രൂപ? റോയൽ ബ്യൂട്ടി സോപ്പ്. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. ഒരാളെ പോലെ 7 പേരുണ്ടെന്നാ കേട്ടിട്ടില്ലേ? ഞാൻ 4ാമത്തെ ആളാ. നിങ്ങള് 3ാമത്തെ ആളെ കുറിച്ചാ സംസാരിക്കുന്നത്. കയറണം സാർ, ആവശ്യം പോലെ സ്ഥലമുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഫ്രണ്ടിലിരിക്കാം. തലയിടിക്കണ്ടല്ലോ. രഘുവർമ്മൻ സാറോ? അതെ രാജാറാം സർ. അദ്ദേഹം ഓഫീസിന്റെ ചാർജ് ഏറ്റെടുത്ത ശേഷം ഹൗ കുഡ് ഐ ഡിനൈ ഹിസ് ഓർഡേഴ്സ്? രഘുചന്ദ്ര വർമ്മൻ സർ ഇവളുടെ ലീവ് ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിരിക്കുന്നു. സോ ഇനി സർ ലീവ് അപ്രൂവ് ചെയ്യുന്നത് വരെ ഇവൾ ഇവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോട്ട് ഗുഡ് സാന്ദ്ര മാഡം. ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. നിങ്ങൾ നേരെ ജ്വല്ലറിയിലേക്ക് പോയിക്കോളൂ. ഞാൻ ഓഫീസിൽ നേരെ ജ്വല്ലറിയുടെ നടയിൽ വന്നോളാം. എനിക്കവിടെ വെറും 10 മിനിറ്റ് മതിയെന്നാ എന്റെ വിചാരം. പിന്നെ സാന്ദ്ര മാഡം ആണ് വീണ്ടും വിളിച്ചിരിക്കുന്നത്. ലീവ് ലെറ്റർ അല്ലാതെ എനിക്കായിട്ട് വേറെ വല്ല ഫോർമാലിറ്റീസും വച്ചിട്ടുണ്ടോന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റും.
അവൾ ഇവിടെ ഇല്ല. വരുന്ന വഴി എവിടെയെങ്കിലും ട്രാഫിക്ക് പെട്ടിട്ടുണ്ടാവും. അവള് വന്നോളും. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് വെയിറ്റ് ചെയ്യാം. വാ, വന്നിരിക്കേ. ഇരിക്കൂ. സാറേ, ശ്രീയാണോ? പെട്ടെന്ന് വരാൻ. സരോജം, നീ ഒന്നും മിണ്ടാതിരി. വിഘ്നേശ്വര, നീ എന്തിനാ വീണ്ടും വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? രവിവർമ്മൻ സാറും അച്ഛനും അമ്മയും എന്നെയും കാത്തവിടെ നിൽക്കുക. ഞാനാണെങ്കി ഇവിടെ പെട്ടും പോയി. ഞാൻ ഇനി ഇവിടുന്ന് എങ്ങനെ പോവും? നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചതാ. വർഷമായി ജോലി ചെയ്യുന്നു. രഘുവർമ്മൻ സാറിനെ വളരെ കാലമായി എനിക്കറിയാം. സാറിനെ ഒരു കാര്യത്തിലും ഇതുവരെ ആരും കൺവിൻസ് ചെയ്യിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. താനാണ് ആദ്യമായി അത് ചെയ്തത്. ആണോ മാഡം? ഞാനാണോ ആദ്യമായി സാറിനെ കൺവിൻസ് ചെയ്യിക്കുന്നത്? അല്ല, വേറെ ഒരാൾ ഉണ്ടായിരുന്നു. പക്ഷേ അതാരോ മാഡം? ഹാ, അതൊക്കെ ഇനി എന്തിനാ പറഞ്ഞിട്ട് വിട്ടേക്ക്. ശ്രീലക്ഷ്മി, താൻ ഇപ്പോ ചെയ്യേണ്ടത് രഘു സാറിനെ അന്ന് കൺവിൻസ് ചെയ്യിപ്പിച്ച പോലെ ഇപ്പോഴും കൺവിൻസ് ചെയ്യണമെന്നുള്ളതാണ്. എന്നുവെച്ചാ വീണ്ടും കഥ പറഞ്ഞിട്ടോ? യെസ്, ചിലപ്പോ അതായിരിക്കും ഒരു വഴി. ട്രൈ ചെയ്തു നോക്ക്.